ജാസ്മിൻ എന്ത് ഊളത്തരമാണ് നീ വിളിച്ചു പറയുന്നത്? ശരിയാണ്, പവർ റൂം ജാസ്മിനെ ജയിൽ നോമിനേഷൻ ചെയ്തിട്ടുള്ളത് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ നോറ പറയുന്നതും ശരിയല്ല, നോറ പറയുന്നുണ്ട് ജിൻഡോയെ വേണമെന്ന്. അതുകൊണ്ട് പവർ റൂം മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് അൺഫെയർ നോമിനേഷൻ ആണ്. കാരണം ജിൻഡോയും ജാസ്മിനും നന്നായിട്ട് ടാസ്ക് ചെയ്തു. ഈ പ്രാവശ്യം അപ്സരയായിരുന്നു ജയിലിലേക്ക് അയക്കേണ്ടത്. വളരെ വെറുപ്പിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. പണ്ട് ആരോ നല്ല കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ വെറും വെറുപ്പിക്കലായിട്ട് അപ്സര മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ടാസ്കിൽ വെറുപ്പിക്കലിന്റെ അങ്ങേതലമായിരുന്നു. എന്തായാലും അപ്സര എന്നൊരു ഓപ്ഷൻ ഉള്ള സമയത്ത് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് അൺഫെയർ ആണ്. പക്ഷേ ഇവിടെ ജാസ്മിനെ കുറ്റം പറയാനുള്ള കാരണം, ജാസ്മിൻ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഋഷിയെ പറഞ്ഞ ആ ഒരു റീസൺ അൺഫെയർ ആയിട്ട് തോന്നി. കാരണം എനിക്ക് പവർ റൂമിനെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഋഷി പവർ റൂമിന്റെ പപ്പറ്റാണ്, ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആണ്. അതല്ലാതെ പവർ റൂമിനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഋഷിയെ ചെയ്യുന്നു എന്ന് പറയുന്നത് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു അൺഫെയർ ആയിട്ടുള്ള ഡിസിഷനെതിരെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഋഷിക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ജാസ്മിൻ ഒരിക്കലും ഇത് പറയാൻ അർഹതയില്ല. കാരണം ജാസ്മിൻ അവിടെ ഗബ്രിയുടെ ഒരു പപ്പറ്റ് ആയിരുന്നു. ജാസ്മിൻ ഒരിക്കലും സിംഗിൾ ആയിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ തന്നെ പറയുന്നതാണ്. ആ ഒരു സമയത്ത് ഗബ്രിയെ ഇത്രയും ആശ്രയിച്ച് നിന്നിട്ടുള്ള ജാസ്മിനാണ് പറയുന്നത് ഋഷി പവർ റൂമിന്റെ പപ്പറ്റ് ആയിരുന്നു എന്നുള്ളത്. അവിടെ ഋഷിയുടെ ഫ്രണ്ട്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ ഋഷിയെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ജാസ്മിൻ ഇത് പറയാൻ എന്താണ് അർഹത? കാരണം അവിടെ ഗബ്രിയുടെ പപ്പറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ജാസ്മിൻ ആണ് പറയുന്നത് പവർ റൂമിന്റെ പപ്പറ്റ് ഋഷിയാണെന്ന്. അതുകൊണ്ട് അത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.